أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير صدق الله العلي العظيم. ഈ 9-ാമത്തെ ആയത്ത് മാത്രമേ നമ്മൾ ഇന്നത്തെ പാഠം ഉള്ളൂ. നോക്കിക്കോളൂ. കാലു എന്നുള്ളടത്ത് കണ്ടോ, കാലു നമ്മളിട്ട് വാവുണ്ട്, അത് കണ്ട് പിന്നെ ഉണ്ടോ വെറുതെ ഒരു അലിഫ് കണ്ടോ, വെറുതെ ഒരു അലിഫ് അല്ലേ, അത് നമ്മൾ പറയുന്നുണ്ടോ ഇല്ല. ആ അലിഫിൻ്റെ മുകളിലൊരു സാധനം കണ്ടോ. അപ്പോൾ ഒരു അലിഫിൻ്റെ മുകളിൽ അല്ലെങ്കിൽ വാവിൻ്റെ മുകളിൽ അല്ലെങ്കിൽ യാൻ്റെ മുകളിൽ അങ്ങനെ അടയാളം കണ്ടാൽ അതിനെ ഉച്ചരിക്കേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി വേറൊരു അലിഫുണ്ട്. ആ അലിഫിൻ്റെ ഇപ്പോൾ നോക്കൂ, നസ്സൽ അല്ലാഹു, നോക്കൂ നസ്സൽ അല്ലാഹു, അവിടെ ഒരു അലിഫിനെ കണ്ടോ, അല്ലാഹുവിൻ്റെ അലിഫില്ലേ. അതിനൊരു പേരുണ്ട്, അതിൻ്റെ പേര് ഹംസത്തുൽ വസ്ൽ എന്നാണ്. ഹംസത്തുൽ വസ്ലിനെ തിരിച്ചറിയാനാണ് അത്തരം അലിഫിൻ്റെ മുകളിൽ ഒരു സ്വാദിനെ കാണാൻ പറ്റും. എല്ലാ മുസാഫിറും ഉണ്ടാവില്ല, ചില മുസാഫിറുണ്ടാവും, ചില മുസാഫിറുണ്ടാവില്ല. എന്തായാലും ആ അലിഫ് എല്ലാ മുസാഫിറും ഉണ്ടാവും. അപ്പം മാ നസ്സല അല്ലാഹു എന്ന് പറയില്ല, പിന്നെ എങ്ങനെ പറയാ, മാ നസ്സല അല്ലാഹു. മനസ്സിലായോ? ഇനി നമ്മൾ പറയണത് എന്തായാലും അതിന് ശേഷം കണ്ടോ, മിൻ ഷെയ്ൻ, മിന്ന്, അവിടെ നൂനും ഒന്നുമില്ലല്ലോ, ഫത്ഹും ഇല്ല, കെസ്റും ഇല്ല, ലമ്മും ഇല്ല. അപ്പോൾ ഫത്ഹോ കെസ്റോ ലമ്മോ ഇല്ലാത്ത, സുക്കൂനുള്ള അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത നൂനിന് പറയുന്നൊരു പേരുണ്ട്. അതിൻ്റെ പേരാണ് സാക്കിനായ നൂൻ. എന്താണ്? സാക്കിനായ നൂൻ. അപ്പോൾ സാക്കിനായ നൂൻ പല സ്ഥലങ്ങളിലും വരും. അവിടെയൊക്കെ എങ്ങനെയാണോ ഓതുന്നത്, ഉസ്താദ് ഓതിയത് എങ്ങനെയാണോ അതേപോലെ തന്നെ ഓതണം. മിൻ ഷെയ്ഇൻ, അത് കഴിഞ്ഞ് വീണ്ടും കണ്ടോ ഇൻ ഷെയ്ഇൻ, ഇൻ അന്തും കണ്ടോ, ഇൻ അന്തും കണ്ടോ, ഇന്ന് അവിടെ സാക്കിനായ നൂൻ കണ്ടോ, അന്തും അവിടെയും കണ്ടോ സാക്കിനായ നൂൻ, അന്തും അതാ സാക്കി. പിന്നെ ഈ രണ്ട് തെൻവീനോട് ശ്രദ്ധിക്കുക, ഷെയ്ഇൻ എന്നുള്ള തെൻവീൻ വെക്കുക. അതേപോലെ തന്നെ ഇവിടെ വലാലിൻ, ആ തെൻവീനും ഈ തെൻവീനും ആ തെൻവീനും വ്യത്യാസമല്ലേ. ഈ തെൻവീൻ എവിടെയാണ്, വലാലിൻ കബീർ, ഇല്ലാ ഫി വലാലിൻ കബീർ, വലാലിൻ കബീർ. അതൊക്കെ നമുക്ക് തജ്വീദിൻ്റെ പുസ്തകത്തിൽ കിതാബിൽ പഠിക്കാം കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഈ ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം.